യുവനടി റിനി ആൻഡ് ജോർജിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാലക്കാട് പ്രതിഷേധം കനക്കുകയാണ്. കോൺഗ്രസ് നേതൃത്വം തന്നെ ഇടപെട്ട് പ്രശ്നം ഒതുക്കി തീർക്കാൻ ശ്രമങ്ങൾ ആരംഭിച്ചെന്നും വിവരമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്ന് BJPയും അറിയിച്ചിട്ടുണ്ട്. പാലക്കാട് നിന്ന് സാനു കെ സജീവ് ചേരുകയാണ്. സാനു, ഇപ്പോൾ അവിടെയുള്ള BJP പ്രവർത്തകർ ഏത് തരത്തിലാണ് പ്രതികരിക്കുന്നത്? അതായത് രാഹുൽ മാങ്കൂട്ട MLA ഓഫീസിലേക്ക് അല്പസമയത്തിനുള്ളിൽ മഹിളാ മോർച്ചയുടെ പ്രതിഷേധമാണ് നടത്താൻ പോകുന്നത്. ഇന്നലെ വൈകിട്ട് ഈ ആരോപണം ഉയർന്നു വന്നതിന് തൊട്ടു പിന്നാലെ BJPയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ് MLA ഓഫീസിന് മുന്നിലുണ്ടായത്. എന്തായാലും ആ ഒരു പ്രതിഷേധം ഇന്നും തുടർന്നു പോരുന്നു. MLA രാജിവെക്കുന്നത് വരെ പ്രതിഷേധം തുടരുമെന്നാണ് BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷനും ഒപ്പം തന്നെ BJPയുടെ ജില്ലാ അധ്യക്ഷൻ അടക്കമുള്ള നേതാക്കൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് കഴിഞ്ഞ ഈ MLA, അതായത് പാലക്കാട് MLAയുടെ ശ്രദ്ധ വികസന കാര്യത്തിലല്ല മറ്റു പല കാര്യങ്ങളിലുമാണ് അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതുകൊണ്ട് പാലക്കാട് വികസന കാര്യത്തിൽ പിന്നോട്ട് പോകുന്നു എന്നടക്കമുള്ള ആരോപണങ്ങൾ BJP ഇതിനോടകം തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഒരു ആരോപണം പുറത്തു വന്നതിന് ശേഷം യൂത്ത് കോൺഗ്രസിനകത്ത് വലിയ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അതായത് ഇത്തരം പുഴുക്കുത്തുകളെ പറിച്ചെറിയണമെന്നടക്കമുള്ള കാര്യങ്ങളാണ് ഈ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള വാട്സാപ്പ് ഗ്രൂപ്പുകളിലടക്കം ഇപ്പോൾ ചർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് അടിയന്തര നടപടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടാകണമെന്നടക്കമുള്ള കാര്യങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. എന്തായാലും കഴിഞ്ഞ കുറച്ച് നാളുകളായി രാഹുൽ മാങ്കൂട്ടവും ഒപ്പം തന്നെ ഷാഫി പറമ്പിലുമായി ബന്ധപ്പെട്ട് ഈ ഒരു യൂത്ത് കോൺഗ്രസ് സംവിധാനം മാറുകയായിരുന്നു എന്നടക്കമുള്ള ആരോപണങ്ങൾ, അത്തരത്തിലുള്ള ഒരു ആക്ഷേപങ്ങൾ യൂത്ത് കോൺഗ്രസിൽ ഒരു വിഭാഗം ഉന്നയിച്ചിരുന്നു. ആ ഒരു പ്രശ്നം ഇപ്പോൾ ഈ ഒരു ആരോപണം വന്നതിന്റെ തൊട്ടു പിന്നാലെ അതൊരു പൊട്ടിത്തെറിയായി മാറിയിരിക്കുകയാണ്. അടിയന്തര നടപടി ഉണ്ടാകണമെന്ന് അടക്കം ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസിലും ഒപ്പം തന്നെ കോൺഗ്രസിലും ഇതൊരു ആവശ്യമായി ഉയരുന്നു. അതുപോലെ തന്നെ ഇത്തരം ആരോപണങ്ങൾ, സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ, രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ആരോപണങ്ങളെല്ലാം VD സതീശൻ, അതായത് പ്രതിപക്ഷ നേതാവിന് കൃത്യമായിട്ട് ബോധ്യമുണ്ടായിരുന്നു. ഒപ്പം തന്നെ KPCC അധ്യക്ഷനും ഇതുമായി അറിവുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇതെല്ലാം കൃത്യമായി പരാതികൾ ലഭിച്ചിട്ടുള്ളത് മുൻ MLAയും ഈ വടകരയിലെ MPയുമായിട്ടുള്ള ഷാഫി പറമ്പിലായിരുന്നുവെന്നും നമുക്ക് ഇപ്പോഴത്തെ ഈ വിവരങ്ങളിലൂടെ വ്യക്തമാകുന്നു. അതായത് ഈ പരാതികൾ ലഭിക്കുമ്പോൾ അതെല്ലാം പൂഴ്ത്തിവെക്കുക, രാഹുൽ മാങ്കൂട്ടത്തെ ചേർത്ത് നിർത്തുന്ന നടപടിയാണ് ഷാഫി പറമ്പിൽ ചെയ്തിരുന്നതെന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇത്തരം വിഷയങ്ങൾ ഉയർന്നു വന്നതോടെ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വവും, അതായത് യൂത്ത് കോൺഗ്രസിനപ്പുറത്തേക്ക് കോൺഗ്രസ് നേതൃത്വം പൂർണ്ണമായിട്ടും ഇതിൽ ഈ ആരോപണത്തിൽ കുഴിഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ മറുപടി പറയാനില്ലാത്ത നിലയിലേക്ക് മാറുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ജില്ലയിലെ DCC അധ്യക്ഷൻ തന്നെ പറഞ്ഞിരിക്കുന്നത് തനിക്കിതുമായി ബന്ധപ്പെട്ട് യാതൊരു വിവരവുമില്ല, ഇത്തരം ആരോപണങ്ങളൊന്നും തനിക്കറിയില്ല, ഇതിൽ ബന്ധപ്പെട്ട് തനിക്ക് പ്രതികരിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹവും കൈയൊഴിഞ്ഞിരിക്കുകയാണ്. അതായത് ജില്ലയിലെ MLA ആണ് രാഹുൽ മാങ്കൂട്ടം, അതുകൊണ്ട് തന്നെ അദ്ദേഹം യാതൊരു വിധത്തിലും ഇതിൽ പ്രതികരിക്കില്ല എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇപ്പോഴത്തെ പ്രശ്നങ്ങളിൽ BJP ശക്തമായിട്ടുള്ള പ്രതിഷേധം തുടരാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അല്പസമയത്തിനുള്ളിൽ MLAയുടെ ഓഫീസിലേക്ക് മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ മാർച്ചും സംഘടിപ്പിച്ചിട്ടുണ്ട്. ശരി, എന്നാലും അരുൺ ആലത്തൂർ കൂടി ചേരുകയാണ് പാലക്കാട് നിന്ന്. ശരി, എന്നാലും നിരവധി പരാതികൾ ഉയർന്നു വരുന്ന സാഹചര്യമുണ്ട് എന്നാണ് ഇപ്പോൾ ചില വെളിപ്പെടുത്തലുകൾ വരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാലക്കാട് പ്രതിഷേധം കനക്കുകയാണ്. കോൺഗ്രസ് നേതൃത്വം തന്നെ ഇടപെട്ട് പ്രശ്നം ഒതുക്കി തീർക്കാൻ ശ്രമങ്ങൾ ആരംഭിച്ചെന്നും ചില വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്ന് BJPയും അറിയിക്കുകയാണ്. BJP പ്രവർത്തകർ അല്ലെങ്കിൽ BJP നേതാക്കളാണ് ഇപ്പോൾ പ്രതികരിച്ചത്. അവർ പറയുന്നത് തീർച്ചയായിട്ടും രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം തന്നെയായിരിക്കും ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ BJP നേതാക്കൾ പറയുന്നത്. യുവനടി റിനി ആൻഡ് ജോർജിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാലക്കാട് പ്രതിഷേധം ശക്തമാവുകയാണ്. കോൺഗ്രസ് നേതൃത്വം തന്നെ ഇടപെട്ട് പ്രശ്നം ഒതുക്കി തീർക്കാൻ ശ്രമങ്ങൾ ആരംഭിച്ചെന്നും ചില വിവരങ്ങളുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്ന് BJP അറിയിക്കുകയാണ്. MLA ഓഫീസിലേക്ക് അടക്കം മാർച്ചും പ്രതിഷേധ ധർണയും ഉണ്ടാകുമെന്നിപ്പോൾ BJP പ്രവർത്തകർ അവിടെ പ്രതികരിക്കുന്ന സാഹചര്യമുണ്ട്. പാലക്കാട് MLA രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരിക്കും കൂടുതൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുക എന്നും മനസ്സിലാവുന്നു. നിരവധി പരാതികൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസിനുള്ളിലും ചില പൊട്ടിത്തെറികൾ ഉണ്ടാകുന്ന സാഹചര്യമാണ്. KC വേണുഗോപാൽ അടക്കം ഈ വിഷയത്തിൽ മൗനം പാലിക്കുകയാണ് എന്നാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ആരോപണം. അരുൺ ആലത്തൂർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, പറയൂ. ഈ രാഹുലിനെതിരെ നിരവധി ആരോപണങ്ങളാണ് ഉയർന്നുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ അനുനിമിഷം
പല തരത്തിലുള്ള ആരോപണങ്ങളുമായി ആളുകൾ രംഗത്തെത്തുന്ന സാഹചര്യമാണ്. സ്ത്രീകളായിട്ടുള്ള യുവതികൾ രംഗത്തെത്തുന്ന സാഹചര്യമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ഈ യുവ നടിയും ഒപ്പം മാധ്യമപ്രവർത്തകയുമായ റിനി അവർ ഇത്തരത്തിൽ ഒരു ആരോപണം, പേര് പറയാതെ തന്നെ കാര്യം പറഞ്ഞു. അതിനുശേഷം പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെ മറ്റൊരു യുവതി ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് ഒരു യുവതിയുടെ ശബ്ദ സന്ദേശം കൂടെ പുറത്തു വന്നിട്ടുണ്ട്. അതിലൊക്കെ പറയുന്ന കാര്യങ്ങൾ അതൊക്കെ വളരെ മോശമായ രീതിയിലുള്ള ഒരു സ്ത്രീയോടും മറ്റും പെരുമാറുന്ന ഈ MLA എന്നുള്ളത് തന്നെയാണ് ഇതിലൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. കൂടുതൽ യുവതികൾ ഇതിൽ പ്രത്യക്ഷത്തിൽ പരാതിയും മറ്റുമായി പോലീസിൽ ഉൾപ്പെടെ പരാതിയുമായി മുന്നോട്ട് പോകാൻ തയ്യാറാവുമോ എന്നുള്ളതാണ് ഒരു വശത്ത് നമുക്കിനി ഏതായാലും അറിയേണ്ടതായിട്ടുള്ളത്. അതേസമയം തന്നെ ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം ഉയരുന്നു. കോൺഗ്രസിനകത്ത് തന്നെ ഈ വിഷയത്തിൽ കടുത്ത അതൃപ്തി ഉയർന്ന സാഹചര്യമാണ് ഉള്ളത്. പ്രത്യേകിച്ച് പാലക്കാട്ടെ കോൺഗ്രസിലും യൂത്ത് കോൺഗ്രസിനും അകത്ത് ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ, അതിൻ്റെ കുറച്ച് സ്ക്രീൻഷോട്ടുകൾ, വാട്സപ്പ് ഗ്രൂപ്പിലെ സ്ക്രീൻഷോട്ടുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ സ്ക്രീൻഷോട്ടുകളിൽ പറയുന്നത് ഇപ്രകാരമാണ്. അതായത് രാഹുലിനെ കെട്ടിയിറക്കിയവർ അനുഭവിക്കട്ടെ എന്നാണ് ഈ ഒരു ഭാഗം നേതാക്കൾ പറയുന്നത്. പാലക്കാട് നിന്നുള്ള വ്യക്തിയെ മത്സരിപ്പിച്ചാൽ മതിയെന്ന് പലതവണ പറഞ്ഞിട്ട് കേട്ടില്ല. ഗോഡ് ഫാദർമാർ ഉത്തരം പറയട്ടെ എന്നുൾപ്പെടെയാണ് ഈ കോൺഗ്രസിൻ്റെ പാലക്കാടുള്ള ഗ്രൂപ്പുകളിൽ, യൂത്ത് കോൺഗ്രസിൻ്റെയും പാലക്കാടുള്ള ഗ്രൂപ്പുകളിൽ ചർച്ചകൾ ഉയരുന്നത്. ഈ വിഷയത്തിൽ കൃത്യമായിട്ട് ഈ ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്, പക്ഷെ അപ്പോഴൊന്നും ഇതിൽ കൃത്യമായ നടപടികൾ ഉണ്ടായില്ല എന്നുൾപ്പെടെ പറയുന്നു എന്നുള്ളത് തന്നെയാണ്. മറ്റ് ചർച്ചകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ള മറ്റ് ഗ്രൂപ്പുകളിലും ചർച്ചകൾ മുന്നോട്ട് പോകുന്നുണ്ട്. പോലീസിനും കേസ് പിന്തുടരാവുന്നതാണ്. സ്ത്രീകളെ ഹോട്ടലിലേക്ക് ക്ഷണിക്കുന്ന കേസിൽ 70 കഴിഞ്ഞവർക്ക് പ്രത്യേക ആനുകൂല്യം കൊടുക്കുന്നതെങ്കിൽ അതേ വകുപ്പുകൾ തന്നെ രാഹുലിൻ്റെ പേരിലും ചുമത്തണം. സ്ത്രീ പീഡകരോട് ഒരു വിട്ടുവീഴ്ചയും കാണിക്കരുത് എന്ന തരത്തിൽ ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾ വന്നതിനെ ഈ കോൺഗ്രസിൻ്റെ ഗ്രൂപ്പുകളിൽ നേതാക്കൾ പോസ്റ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നിങ്ങൾക്കൊന്നും പറയാനില്ലേ? പറയണ്ട എന്ന് കരുതിയതാണ്, ചോദിച്ച സ്ഥിതിക്ക് പറഞ്ഞേക്കാം. ആരോപണം ഉന്നയിച്ച യുവതി ഇന്നലെ പത്രക്കാരോട് പറഞ്ഞത് സ്ക്രീൻഷോട്ട് താഴെയുണ്ട്. ആ യുവാവ് സൈക്കോയാണ്, പരിചയപ്പെട്ടപ്പോൾ തന്നെ അശ്ലീല സന്ദേശം അയച്ചു എന്നാണ്. പക്ഷേ യുവതി പിന്നീട് രാഹുലുമായി സ്ക്രീൻ കട്ട് ചാറ്റും വീഡിയോ കോളും ചെയ്ത കാര്യവും പറയുന്നുണ്ട്. രാഹുലിൻ്റെ ഉപദേശം നമുക്ക് മനസ്സിലാക്കാം. പരിചയപ്പെട്ട ഉടനെ അശ്ലീല സന്ദേശം അയക്കുന്നത് എന്ത് സാഹചര്യത്തിലാണ് തുടങ്ങിയ പല തരത്തിലുള്ള ചോദ്യങ്ങളും വാദപ്രതിവാദങ്ങളും ഒക്കെ കോൺഗ്രസിൻ്റെ കേരളത്തിലെ വിവിധ ഗ്രൂപ്പുകളിലാണെങ്കിലും പ്രത്യേകിച്ച് പാലക്കാട്ടെ കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വലിയ ചർച്ചകൾ നടക്കുന്നു. അതിലൊക്കെ പറയുന്നത് ഈ രാഹുൽ ഈ സംസ്ഥാന അധ്യക്ഷ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെക്കണം എന്നുള്ളൊരു ശക്തമായ ആവശ്യം തന്നെയാണ് ഓരോ നേതാക്കളും ഉന്നയിക്കുന്നത്. വിനീഷ്, തുടരാം. ദേവിക, നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നു. അതിനൊപ്പം തന്നെ തെളിവുകളും പുറത്തു വരുന്ന സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രധാനമായും എടുത്തു പറയേണ്ടത് രാഹുൽ മാങ്കൂട്ടം ഒരു പെൺകുട്ടിയോട് സംസാരിക്കുന്ന സംഭാഷണം, ശബ്ദ സംഭാഷണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രധാനമായും ഈ പെൺകുട്ടിയോട് ആ കുട്ടിയുമായി ഉള്ള സംഭാഷണത്തിൽ അശ്ലീല സംഭാഷണങ്ങൾ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്ക് ആ ഒരു സംഭാഷണം കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിലാണ്. ആ സംഭാഷണത്തിൽ വ്യക്തമാക്കുന്നത് ഇത്തരത്തിലാണ്: ഏതേ തരത്തിലുള്ള ബന്ധത്തിലേർപ്പെട്ടതിന് ശേഷം അവർ തമ്മിൽ പരസ്പരം കൊമ്പ് കോർക്കുന്ന സംഭാഷണം തന്നെയാണ് ആ വോയിസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് രാഹുൽ ഈ നേതാവിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്ത് വരാനിരിക്കുന്നേ ഉള്ളൂ. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ, ആരാണ്, ഏതാണ്, എന്ത് സംഭവിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായിരുന്നാലും ഒരു നേതാവിനെ സംബന്ധിച്ചുള്ള ഒരു വിവരം കഴിഞ്ഞ ദിവസം പരസ്യമായി തന്നെ ഒരു യുവതി, ഒരു സിനിമാ താരം തന്നെ പ്രത്യക്ഷമായി പുറത്തു പറയുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിന് സമാനമായ രീതിയിൽ നമുക്ക് ഒരു യുവ നേതാവിൻ്റെ ശബ്ദ സംഭാഷണം അത് വലിയ തോതിൽ മനസ്സിലാകുന്ന തരത്തിൽ, ആ നേതാവ് ആരാണ് എന്ന തരത്തിൽ മനസ്സിലാകുന്ന തരത്തിലുള്ള ശബ്ദ സംഭാഷണം തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല എന്നതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. എന്തായിരുന്നാലും വിവാദം കത്തിക്കയറുമ്പോൾ രാഹുൽ ഈ ഒരു ആരോപണ വിധേയനായി നിൽക്കുന്ന വ്യക്തിക്കെതിരെയുള്ള ആ ഒരു കൃത്യമായ നടപടിയിലേക്ക് പാർട്ടി തലത്തിൽ മുന്നോട്ട് പോകുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ പരസ്യമായി പറഞ്ഞു കേൾക്കുന്ന ഒരു യുവ നേതാവും യുവ MLA യും കുറിച്ചാണ്. അദ്ദേഹത്തെ ഇപ്പോൾ
അദ്ദേഹം കോൺഗ്രസിൻ്റെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിനെതിരെ സംഘടനാ തല നടപടിയിലേക്ക് നീങ്ങുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നതും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായിരുന്നാലും കൂടുതൽ സംഭാഷണങ്ങൾ, ആ വോയിസ് കേരളത്തിലെ ഒരു യുവജന പ്രസ്ഥാനത്തിൻ്റെ അധ്യക്ഷനായിരുന്ന വ്യക്തിയുടെ വോയിസ് ആണ് എന്ന് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ പുറത്തു വരുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് ഈ വ്യക്തിയെ ഇപ്പോൾ പുറത്ത് മാറ്റിയിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായിരുന്നാലും ഈ വോയിസ് പുറത്തു വരുന്നതിലൂടെ മനസ്സിലാക്കുന്നത് ആ സംഭാഷണത്തിലെ കൃത്യമായ വിവരങ്ങൾ തന്നെയാണ്. അത് ഒരു പെൺകുട്ടിയുമായി സംസാരിക്കുന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ആ പെൺകുട്ടിയുമായി തർക്കത്തിലേർപ്പെടുന്ന സംഭാഷണമാണ് പുറത്തു വന്നിരിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ കുറുക്ക് മുറുകുന്നു എന്നത് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ യുവ നേതാവ് വീണ്ടും അടുത്തൊരു പ്രശ്നത്തിലേക്ക് പെട്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം പുറത്തു വന്നതിന് സമാനമായ രീതിയിലുള്ള ഒരു പ്രശ്നത്തിൽ തന്നെയാണ് ആ യുവ നേതാവ് പെട്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അത്തരത്തിലുള്ള ശബ്ദ സംഭാഷണം തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നിലവിൽ നമുക്കറിയാം BJP അടക്കമുള്ള രാഷ്ട്രീയ സംഘടനകൾ ഈ യുവ നേതാവിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ ഉള്ള ശബ്ദ സംഭാഷണവും കൂടി പുറത്തു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാലക്കാട്ടെ ഓഫീസിലടക്കം BJP അടക്കമുള്ള സംഘടനകൾ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യം. എന്തായിരുന്നാലും രാഹുൽ മാങ്കൂട്ടമാണ് എന്ന തരത്തിൽ പ്രത്യക്ഷമായി പൊതുസമൂഹത്തിൽ വലിയ ചർച്ചകൾ ഈ വിഷയത്തിൽ ഉയർന്നു വരുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അത്തരത്തിൽ അതേ സാമ്യമുള്ള ശബ്ദം തന്നെയാണ് ഇപ്പോൾ വിവിധ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരിക്കുന്നത് എന്ന കാര്യത്തിലും സംശയമില്ല.